കലയ്ക്ക് നിറമുണ്ട്. പക്ഷേ ആ നിറം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. എന്താ ഉറക്കം വരുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ടൊരു ടി വി പറയാൻ മടിച്ചു ധരിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ആളാണ്. ഞാൻ പറയണ്ട എവിടെയാണെന്ന് പറയും, ആരോടാണെങ്കിലും പറയും. ഇവരൊക്കെ അധ്യാപികമാരാ. സത്യം. എവിടുത്തെ അധ്യാപിക? ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഈ പറയുന്നത് പോലെ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ മനുഷ്യന്റെ രീതി നിർണ്ണയിക്കുന്നത്? കറുപ്പായതുണ്ടെന്ന്. നെൽസൺ മണ്ടേല കറുത്തിട്ടല്ലേ? മാർട്ടിൻ ലൂതർ കിങ് കറുത്തിട്ടല്ലേ? എന്തിന്? ഫുട്ബോൾ താരം IM വിജയൻ കറുത്തിട്ടല്ലേ? തൊലിയിലല്ല, കഴിവിലാണ് കാര്യം. അധ്യാപികയാവട്ടെ, അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ, അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ, പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതിനൊക്കെ അല്പം മാനസിക വളർച്ച വേണം. അത് നിനക്കില്ല. കറുത്ത ആൾക്കാര് മത്സരിക്കാൻ പാടില്ല, അമ്പലങ്ങളിൽ കളിച്ചോട്ടെ. ഇവര് മോഹിനിയാണെന്നോ തന്നെ പറയാ? ഇവളാരാ? ഉർവശിയോ, മേനകയോ, അതോ രംഭയോ, പ്രിയങ്ക ചോപ്രയോ, ടെസ്നി ഖാനോ, ബീന ആന്റണിയോ? എവിടെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ച് ആ സ്ഥലപ്പേര് വെച്ചെങ്കിടോ ആ സ്ഥലത്ത് ഞാനാണ് ഏറ്റവും പ്രധാനി എന്നുള്ള മട്ടില് ഇങ്ങേ അറ്റത്തെ ഇസ്മയുടെ 7ാം കൂലിയായിരിക്കും. तुम अपने आप को बहुत बड़े समझते हो, उसका नाम है अहंकार. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. ഞാനേ പോയിട്ട് നിറം ശരിയല്ലെന്ന്. വേണ്ട, കുമ്മായം അടിച്ചോണ്ട് എല്ലാ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കും ഇവര്. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടി തീർന്ന വംശനാശം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ. അപ്പൊ ഞാൻ ഇറങ്ങാം. 2 ദിവസം കഴിഞ്ഞ് വരാം.